നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊരു 4 ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാര്യമൊന്നുമല്ല. നമ്മുടെ ലാപ്പിലും ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ നമ്മൾ ഒന്ന് ലേറ്റ് ആയതാണ്. ഇനി നമ്മൾ റെഗുലറായിട്ട് എല്ലാ വീഡിയോസും ചെയ്യുന്നതായിരിക്കും എന്തായാലും. ആ ഒരു ചെറിയ പ്രശ്നം വന്നുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത്. 5 ദിവസത്തെ ഡിലേ കറക്റ്റായിട്ട് വന്നത്. അപ്പം നമുക്ക് ഇന്നൊരു പ്രാക്ടീസ് സെക്ഷനാണ്. അതായത് 10th പ്രിലിംസ് ഓഗസ്റ്റ് 22-നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ഒരു 20 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. കട്ട് ഓഫ് നമ്മൾ 19 വെച്ചത്. നിങ്ങൾക്കൊന്ന് ഉറപ്പാക്കാൻ, നിങ്ങളെല്ലാം പഠിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. അപ്പം അയ്യങ്കാളിയാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? സാധുജന പരിപാലന സംഘം. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സാധുജന പരിപാലന സംഘം രൂപീകൃതമായ വർഷം ഏതാണ്? സാധുജന പരിപാലന സംഘം രൂപീകൃതമായ വർഷം 1907-ലാണ്. 1907-ലാണ് സാധുജന പരിപാലന സംഘം രൂപീകൃതമായത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഓപ്ഷൻ ബി സാധുജന പരിപാലനയാണ് അല്ലേ. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി എന്ന പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപർ ആരായിരുന്നു? ചെമ്പൻതറ കാളിജ്യോതി കറുപ്പനാണ്. ചെമ്പൻതറ കാളിജ്യോതി കറുപ്പനാണ് പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപൻ. അടുത്ത ക്വസ്റ്റ്യൻ. പണ്ഡിറ്റ് കറുപ്പൻ 1912 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സഭ ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ 1912 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സഭയാണ് ഓപ്ഷൻ സി കല്യാണദായിനി സഭ. അടുത്ത ക്വസ്റ്റ്യൻ. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ശുചീന്ദ്രമാണ്. അപ്പോൾ ശുചീന്ദ്രമാണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ച വർഷം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ച വർഷം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ച വർഷം ഓപ്ഷൻ സി 1909-ലാണ്. അപ്പോൾ പ്രത്യക്ഷ രക്ഷ സ്ഥാപിച്ച വർഷം 1909. അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ സഭയുടെ ആസ്ഥാനം എവിടെയാണ്? പ്രത്യക്ഷ രക്ഷാ സഭയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ഇരവിപേരൂരാണ്. എവിടെയാണ് പ്രത്യക്ഷ രക്ഷാ സഭയുടെ ആസ്ഥാനം? ഇരവിപേരൂർ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം SNDP സ്ഥാപിതമായ തീയതി ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അഥവാ SNDP സ്ഥാപിതമായത് ഓപ്ഷൻ എ 1903 മെയ് 15-നാണ്. SNDPയുടെ യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? SNDP യോഗത്തിലെ ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കുമാരനാശാനാണ്. ആരാണ് ആദ്യ സെക്രട്ടറി? കുമാരനാശാനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ സി കാസർഗോഡാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദി വഹിക്കുന്നത് പെരിയാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ആരാണ്? ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരി ആരാണ്? ഓപ്ഷൻ സി നീതിന്യായ വിഭാഗം. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ രക്ഷാധികാരിയാണ് നീതിന്യായ വിഭാഗം. നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? നിലവിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി 6 അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശ ഉപസമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ ഉപസമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി JB കൃപലാനിയാണ്. ആരാണ് ഭരണഘടനാ ഉപസമിതിയുടെ അധ്യക്ഷൻ? JB കൃപലാനിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ പ്രധാനമായും ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടതാണ്? അമേരിക്കൻ ഭരണഘടന പ്രധാനമായും ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ആ ഒരു
പ്രധാനമായും ഉൾക്കൊണ്ടത്? ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഭാഗം 3-ലാണ്. ഈ ഒരു എക്സാം ജസ്റ്റ് നിങ്ങൾക്കൊരു നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്നു. ഇപ്പോൾ നിങ്ങൾ ഓക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെന്നെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഇനി എന്തെങ്കിലുമൊക്കെ അറിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററിന് വേണ്ടി മാത്രം നമ്മൾ എടുത്തൊരു മോക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്